ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് പനീർ മസാലയാണ്, അല്ലെങ്കിൽ പനീർ മാക്കിനി എന്ന് പറയാം. ഇതൊരു പഞ്ചാബി റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുത്ത് ഇളക്കാം. കുറച്ചൊന്ന് വഴറ്റിയ ശേഷം സവാള, കാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 2 സവാള അരിഞ്ഞെടുത്തതാണ്, 1 കാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് വഴണ്ട ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സവാള, കാപ്സിക്കത്തിൻ്റെ കൂടെ നല്ല ഒന്ന് മിക്സ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഈസി ആയിട്ടൊരു പ്രോസസ്സിലാണ് ചെയ്യാൻ പോണത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ടൊമാറ്റോ പ്യൂറി ചേർത്ത് കൊടുക്കാം. 2 ടൊമാറ്റോ മിക്സിയിൽ ഇട്ട് അടിച്ചെടുത്തതാണ്. തക്കാളിയൊക്കെ നല്ല ഒന്ന് വേകുന്നത് വരെ വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, ഗരം മസാല, വേണമെങ്കിൽ കുറച്ച് ജീരകപ്പൊടി ചേർക്കാം. ഞാനിവിടെ ജീരകപ്പൊടി ചേർക്കുന്നില്ല. ചെറിയ ജീരകപ്പൊടിയാണ് ചേർക്കേണ്ടത് ചേർക്കുമ്പോൾ. വഴണ്ട ശേഷം നമുക്ക് നമ്മുടെ പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. പനീർ ഒരു തരം ചീസാണ്, നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചീസാണ് പനീർ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പേ കുറച്ച് കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇത് മിക്സിയിൽ കാഷ്യൂനട്ടും വെള്ളവും ചേർത്ത് പേസ്റ്റാക്കി എടുത്തതാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ പനീർ വേവിച്ചെടുക്കാവുന്നതാണ്. പനീർ മസാല ചപ്പാത്തി, പൂരി, പൊറോട്ട, ദോശയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നമുക്ക് മുകളിൽ മല്ലിയില വിതറി കൊടുക്കാം. പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ട് ഓഫ് കുക്കിംഗ്. ഐ എം ഷീബ സുരേൻ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.